ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദി മരിക്കുന്നു. നിസ്സങ്കീർത്തനം 100-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. സകല ഭൂവാസിയായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിയുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സകല ഭൂവാസികായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. നമ്മുടെ ജീവിതത്തിൽ യഹോവയെ ആർപ്പിടുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം, അവൻ നമ്മുടെ അകൃത്യങ്ങളെ മോചിപ്പിച്ച ദൈവമാണ്. യഹോവയ്ക്ക് ആർപ്പിടുവാൻ ഒന്നാമത്തെ കാര്യം, അവൻ നമ്മുടെ അകൃത്യങ്ങളെ മോചിപ്പിക്കുന്നു. 2, അവൻ സകല നാശത്തിൽ നമ്മെ വിടുവിച്ച ദൈവം. 3, അവൻ നമ്മളെ ശാപങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം. 4, അവൻ സകല രോഗങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവം. സങ്കീർത്തനം 103, 1, 2, 3 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, അവൻ നമ്മുടെ സകല പാപങ്ങളെയും മോചിപ്പിച്ച ദൈവമാണ്. 2, അവൻ നമ്മുടെ സകല ശാപങ്ങളെയും മോചിപ്പിച്ച ദൈവമാണ്. 3, അവൻ നമ്മുടെ സകല രോഗങ്ങളിൽ നിന്നും, എല്ലാ തകർച്ചകളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ച ദൈവമാണ്. ആ ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ, അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നാം നന്ദി ഉള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ നന്ദി പറയുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കുന്നോ ഇല്ലയോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ആമേ ആമേ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ്റെ വാതിലിലൂടെ കടക്കാതെ വേറെ വാതിലിൽ കയറുന്നവർ കള്ളനും കവർച്ചക്കാരുമാകുന്നു. വാതിലുകളിലൂടെ കടക്കുന്നവർ ആടുകളുടെ ഇടയൻ ആകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവരെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പം അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന ആടുകളാണ്. നാം അവൻ്റെ ആടുകളാണ്. പലപ്പോഴും നാം അവൻ്റെ ശബ്ദം കേട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നത്. സങ്കീർത്തനം 100-ന്റെ 2-ാം വാക്യം. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ.
അപ്പോൾ ദൈവം മേയിക്കുന്ന, അവൻ മേയിക്കുന്ന ആടുകളാണ് നാം ആ ഇടയൻ്റെ ശബ്ദം കേട്ട് ആ ഇടയൻ നൽകിയ അനുഗ്രഹം പ്രാപിച്ച്, ഇടയൻ നൽകിയ ആ രക്ഷയെ നാം അവനോട് നന്ദി പറയുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കുന്നുണ്ടോ? നാം നമ്മെ തന്നെ സ്വയമായി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ആ നല്ലിടയനായ യേശു ക്രിസ്തുവിൻ്റെ ആ ശബ്ദം കേട്ട് അവൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട് നാം നന്ദി പറയുന്നവരായി, സ്തോത്രം പറയുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കുന്നുണ്ടോ? അതോ നാം നന്ദിയില്ലാത്തവരാണോ? എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് ആഹ്വാനം ചെയ്യുന്നു, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മടക്കി വരവുണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതേ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 12:6 പറയുന്നത്, അതുകൊണ്ട് നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. അതെ, അതുകൊണ്ട് നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അതെ, ഇന്ന് മടങ്ങി വരാത്ത അനുഭവത്തിലവിടാണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു, ആ ഇടയൻ്റെ ശബ്ദം കേട്ട് നന്മ പ്രാപിച്ച ശേഷം മടങ്ങിപ്പോയ ആട്ടും കൂട്ടമേ, തിരിച്ചു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10:4 തനിക്കുള്ളവയെ മേയ്ക്കുകയും പുറത്തു കൊണ്ടുപോവുകയും ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യരുടെ ശബ്ദം അവൻ അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമേ ആമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പായി വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമത്രേ. ആടുകളോ അവരുടെ വാക്കുകൾ കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും. ക്രിസ്തുവാകുന്ന വാതിലൂടെ, ആ ഇടയനിലൂടെ നാം കടന്നാൽ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നല്ലിടയനായ യേശു, നാം അവൻ്റെ ആടുകളാണ്. നാം വഴിതെറ്റി നടന്ന ആടുകളാണ്. നാം വഴിതെറ്റി അനുസരണക്കെട്ട് നടന്ന ആടുകൾ. അതേ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ ഉയർത്തിയ ദൈവമാണ്. അവൻ നല്ല ഇടയനായ ദൈവമാണ്. ആ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ട് ആടുകളായ നമുക്ക് അവൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുവാൻ, അവൻ്റെ ശബ്ദം കേട്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറയുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും ഉടുപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് വേണ്ടി ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ലിടയനാകുന്നു. ഈ നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ നല്ലിടയനായ ദൈവം, ഒരു നല്ലിടയനാണ് നമുക്കുള്ളത്. ആ നല്ലിടയനായ ആ യേശുവിൻ്റെ ആ കുഞ്ഞാടുകളായി നാം നിൽക്കുമ്പോൾ, അവൻ്റെ ശബ്ദത്തെ കേട്ട് നാം ജീവിതത്തിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മെ സഹായിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു ഇടയൻ്റെ കരുതലിനെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ആ നല്ലിടയനായ യേശുവിൻ്റെ ശബ്ദം കേട്ട് നാം ജീവിതത്തിൽ മുന്നോട്ട് കടക്കുവാൻ സാധിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് മാറുവാൻ സാധിക്കും. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവിൻ.
അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. നമ്മളെ നാൾതോറും നടത്തുന്ന ആ ഇടയൻ്റെ കരുതലെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നവരായി, നന്ദി പറയുന്നവരായി മാറുവാൻ സാധിക്കണം. സങ്കീർത്തനം 134 1, 2, 3 വാക്യങ്ങൾ. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന യഹോവയുടെ സകലദാസന്മാരായുള്ളവരെ, യഹോവയെ വാഴ്ത്തി വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ആകാശത്തെയും ഭൂമിയെയും സകല പ്രപഞ്ചത്തിനും സൃഷ്ടിച്ചവനായ ദൈവം. അവൻ നിന്നെ സിയോനിൽ നിന്നും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് അനുഗ്രഹ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അവൻ സിയോനിൽ നിന്നും ഇന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ്. നിൻ്റെ ശാപങ്ങൾ സിയോനിൽ നിന്ന് അവൻ മാറ്റുകയാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചകൾ, ദാമ്പത്തിക പരാജയങ്ങൾ എല്ലാം അവൻ സിയോനിൽ നിന്നും മാറ്റി അത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആ നല്ലിടയവനായ ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്ന ആട്ടിൻകുട്ടികളായി, ആ ആട്ടും കൂട്ടരായി, ഒരു നല്ല ആടായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനം അവൻ മേയ്ക്കുന്ന ആടുകളിൽ തന്നെ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ആ ദൈവത്തെ ആർപ്പിടുവാൻ ഒന്നാമത്തെ കാരണം അവൻ നമ്മെ നയിക്കുന്ന ഒരു നല്ലിടയൻ. 2, അവൻ നമ്മുടെ രക്ഷകൻ. 3, അവൻ നമുക്കായി അതേ കാൽവരിയിൽ നമുക്കായി അവൻ രക്തം ചീന്തി. അവൻ നമുക്കായി തകർക്കപ്പെട്ടു. അവൻ നമുക്കായി മരിക്കപ്പെട്ടു. അവൻ നമുക്കായി ഉയർക്കപ്പെട്ടു. 4, അവൻ നിൻ്റെ സകല രോഗങ്ങളിൽ നിന്നും അവൻ വിടുവിക്കുന്ന ദൈവമാണ്. 5, നിൻ്റെ സകല നാശങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ച ദൈവം. 6, അവൻ നിന്നെ നിത്യതയിൽ കൊണ്ട് ചെല്ലാമെന്ന് അതേ പറഞ്ഞ ദൈവമാണ്. നീ ആ നല്ലിടയനായ യേശുവിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കുവാൻ തീരുമാനമെടുത്താൽ ആ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നാം നന്ദി ഉള്ളവരായി മാറുവാൻ സാധിക്കട്ടെ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, കുടുംബ മണ്ഡലങ്ങൾ എല്ലാ വാതിലുകളും യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ശാപങ്ങൾ ഭവന മണ്ഡലത്തിൽ നിന്നും മാറട്ടെ. രോഗാവസ്ഥകൾ ഭവന മണ്ഡലത്തിൽ നിന്നും മാറട്ടെ. അനേകരുടെ ബിസിനസ് തകർച്ചകളുണ്ട്. ഉയരുവാൻ പറ്റാതെ ദേശാധിക ശക്തികൾ കെട്ടുവെച്ചിരിക്കുന്ന മന്ത്രവാദ ആവിധാര ശക്തികളെല്ലാം യേശുവിൻ നാമത്തിൽ മാറട്ടെ. നുഖങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ. ഐ ലബ് ഷെക്കിയാറാകസിയ. അനേക കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. അനേകരുടെ കുടുംബങ്ങളിൽ നിന്ന് ശാപങ്ങൾ മാറട്ടെ. അനേകർ നിരാശയിലിരിക്കുന്ന ഭാരങ്ങളെല്ലാം യേശുവിൻ നാമത്തിൽ മാറട്ടെ. അനേകം നിലവിളിക്കുന്ന അനുഭവങ്ങൾ കേൾക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഭവനത്തിൽ നിന്ന് സമാധാനവും സമൃദ്ധിയും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗശക്തികൾ മാറട്ടെ. ആ ഭവനങ്ങളിൽ ശാപശക്തികൾ മാറട്ടെ. അന്ധകാര ശക്തികൾ ഭവനവിട്ടങ്ങളിൽ വിട്ടുമാറട്ടെ. ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അതേ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനേകർക്ക് വാതിലുകൾ തുറന്നതിനായി നന്ദി പറയുന്നു. വിടിവിച്ചതിനായി, സൗഖ്യപ്പെടുത്തിയതിനായി, പുതുവഴികൾ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ഗോഡ് ബ്ലെസ് യു. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.